പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, 2024 ഒക്ടോബർ മാസം 1 തീയതി മുതൽ 31 തീയതി വരെ ജപമാല രാജ്ഞി എന്ന പേരിൽ ശാലോം ടെലിവിഷനിലൂടെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഉള്ള ദൈവമക്കൾക്കായിട്ട് ഈ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ, പ്രത്യേകിച്ച് ജപമാല രാജ്ഞിയുടെ വലിയ മാധ്യസ്ഥം തേടിക്കൊണ്ട് ഈ ലോകത്തെ മുഴുവനും തിരുസഭയെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ നമുക്ക് ആരംഭിക്കാം. ഈ ജപമാല മാസത്തിൽ കുടുംബങ്ങളിലും സന്യാസ ഭവനങ്ങളിലും ദേവാലയങ്ങളിലും ആയിരുന്നു കൊണ്ട് പരിശുദ്ധ അമ്മയോടുള്ള ജപമാല ഭക്തി വർദ്ധിക്കുവാൻ, അമ്മയിലൂടെ ഈശോയിലേക്കെന്ന അനേകം വിശുദ്ധർ വാഴ്ത്തിയിട്ടുള്ള ആ വചനം ഏറ്റുപാടിക്കൊണ്ട് പരിശുദ്ധ അമ്മ മാതാവ് വഴി നമുക്ക് ഒരു ആത്മീയ യാത്ര ആരംഭിക്കാം. ഈ ആത്മീയ യാത്രയിലേക്ക് ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഈ ജപമാല മാസത്തിലെ ഈ ആത്മീയ ശുശ്രൂഷകളിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് ജപമാല ചൊല്ലി ഈ ലോകത്തെ കീഴടക്കുവാൻ ഏറ്റവും വലിയ ആയുധമായ ഈ ജപമാല കരങ്ങളിലേന്തി നമുക്ക് ഈശോയിലേക്ക് എത്തിച്ചേരാം. ഈ ജപമാലയിലെ ദിവ്യരഹസ്യങ്ങൾ ധ്യാനിച്ചും പ്രാർത്ഥിച്ചും പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ ഏറെ വളർന്നും നമുക്ക് ഈ ഒരു മാസക്കാലം ചെലവഴിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ശുശ്രൂഷ മേഖലകളിൽ ഒരുപാട് വെളിച്ചം നൽകുവാൻ, ആത്മീയ വളർച്ച പ്രാപിക്കുവാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്കൊരു നിമിഷം കർത്താവിൻ്റെ അമ്മയോട് ചേർന്ന് പാടി പ്രാർത്ഥിച്ച് ആത്മാവിൽ, പരിശുദ്ധാത്മാവിൽ വലിയ നിറയുവാൻ, അത്യുന്നതൻ്റെ ശക്തി നമ്മളുടെ മേൽ ആവസിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ഉന്നതമായ ഒരു അഭിഷേകത്താൽ നമ്മൾ ഓരോരുത്തരും നിറയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ മാതാവേ, സ്വർഗരാജ്ഞി, നിന്നോടൊപ്പം ആരാധിപ്പോ ദൂതന്മാരെ, സഹദാന്മാരെ, കൈകൾ കൂപ്പി വാഴ്ത്താൻ വായോ. ഈശോനാഥാ, സ്നേഹരൂപാ, മാതാവിനൊപ്പം വാഴ്ത്താ നാഥാ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ.
ഈശോയിൽ സ്നേഹമുള്ളവരെ, കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ഷാലോൺ ടെലിവിഷനിലൂടെ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വലിയൊരു ശുശ്രൂഷയാണ് എല്ലാ വർഷവും നടത്തി വരുന്ന ഒക്ടോബർ മാസത്തിലെ ജപമാല ഭക്തിയും ജപമാലയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള വലിയ പഠനങ്ങളും പ്രാർത്ഥനകളുമൊക്കെ. ഈ ഒക്ടോബർ മാസം 1-ാം തീയതിയിലെ ഈ ശുശ്രൂഷയിൽ നമുക്ക് പ്രത്യേകമായിട്ട് പരിശുദ്ധ ജപമാല രാജ്ഞിക്ക് നമ്മളെ തന്നെ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ എല്ലാ ശുശ്രൂഷാ മേഖലകളെ, സഭയെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. 2002 ഒക്ടോബർ മാസം 16-ാം തീയതി പരിശുദ്ധ ജോൺ ബോൾ പാപ്പ, ജപമാലയുടെ പാപ്പ, പരിശുദ്ധ മറിയത്തിൻ്റെ പ്രിയപുത്രൻ എന്നെല്ലാം ശേഷിപ്പിക്കപ്പെടുന്ന പരിശുദ്ധ പിതാവ് ഒരു അപ്പസ്തോലിക ലേഖനം പരിശുദ്ധ അമ്മയെക്കുറിച്ച് ആ വർഷം പുറപ്പെടുവിക്കുകയുണ്ടായി. 2002 പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ പരിശുദ്ധ പിതാവ് സഭയ്ക്ക് വേണ്ടി നൽകിയത്. അപ്പോൾ ആ വർഷം അപ്പസ്തോലിക ലേഖനം സമാപിപ്പിക്കുമ്പോൾ പരിശുദ്ധ പിതാവ്, ഇന്ന് വിശുദ്ധനായിരിക്കുന്ന ജോൺ പോൾ പാപ്പ, വാഴ്ത്തപ്പെട്ട ബർത്തലോ ലോങ്കയുടെ ഒരു പ്രാർത്ഥന, കന്യകാമറിയത്തിൻ്റെ ജപമാല, റൊസാരിയം വിർജിനി മരിയ എന്ന ഈ അപ്പസ്തോലിക ലേഖനത്തിൻ്റെ സമാപനത്തിൽ ഇങ്ങനെ കുറിച്ചു വെച്ചു. ഈ 31 ദിവസങ്ങളിലും നമുക്ക് ഈ പ്രാർത്ഥനയോടുകൂടി തന്നെ ഈ ശുശ്രൂഷകളെ പരിശുദ്ധ ദൈവമാതാവ് വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം. പരിശുദ്ധ പിതാവ് ഈ വിശുദ്ധൻ്റെ, ഈ വാഴ്ത്തപ്പെട്ട ബർത്തലോ ലോങ്കയുടെ പ്രാർത്ഥന ചേർത്തുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് അപ്പസ്തോലിക ലേഖനത്തിൻ്റെ സമാപനത്തിൽ: മറിയത്തിൻ്റെ വാഴ്ത്തപ്പെട്ട ജപമാലയെ, ഞങ്ങളെ ദൈവത്തോട് ഐക്യപ്പെടുത്തുന്ന മാധുര്യമുള്ള ചങ്ങലയെ, മാലാഹമാരോട് ഞങ്ങളെ ഒന്നിപ്പിക്കുന്ന സ്നേഹ ചൈതന്യമേ, നരകത്തിൻ്റെ ആക്രമണങ്ങൾക്കെതിരെയുള്ള രക്ഷയുടെ ഗോപുരമേ, ഞങ്ങളുടെ സാർവത്രിക കപ്പൽ, തകർച്ചയിൽ സുരക്ഷിതമായ തുറമുഖമേ, ഞങ്ങൾ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. മരണത്തിൻ്റെ മണിക്കൂറിൽ നീ ഞങ്ങളുടെ ആശ്വാസമായിരിക്കും. ജീവൻ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ അവസാന ചുംബനം നിനക്കായിരിക്കും. ജപമാല റാണി, ഏറ്റവും പ്രിയപ്പെട്ട അമ്മേ, പാപികളുടെ സങ്കേതമേ, പീഡിതരുടെ പരമോത്കൃഷ്ടമായ ആശ്വാസദായികെ, ഞങ്ങളുടെ അവസാന വാക്ക് മധുരിക്കുന്ന നിൻ്റെ നാമമായിരിക്കും. നീ എല്ലായിടത്തും വാഴ്ത്തപ്പെടട്ടെ, ഇന്നും എപ്പോഴും ഭൂമിയിലും സ്വർഗത്തിലും. ആമേൻ. ഈ ജപമാല രാജ്ഞിക്ക് നമ്മുടെ ഈ 31 ദിവസത്തെ ശുശ്രൂഷകൾ നമ്മൾ സമർപ്പിക്കുകയാണ്. ഇതൊരു വലിയ ജപമാല സഖ്യത്തിൻ്റെ കൂട്ടായ്മ കൂടിയാണ്. ലോകമെമ്പാടും ഷാലോം ടെലിവിഷനോട്, ശുശ്രൂഷയോട് ചേർന്ന് 15 ലക്ഷത്തിലധികം വരുന്ന ആളുകൾ ഈ സഖ്യത്തിൽ ഇന്ന് അംഗങ്ങളായിരുന്നു കൊണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന് വിവിധ സമയങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ലോകത്തിന് വേണ്ടി, സഭയ്ക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു കാരണം ഇതാണ്: ദൈവത്താൽ അയക്കപ്പെട്ട ദൈവദൂതൻ വന്ന് പറയുന്ന ഒരു വാക്കുണ്ട്: ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. കാരണം ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞ നിന്നോടുകൂടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, നിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവ് നിൻ്റെ കൂടെ ആയിരിക്കുന്നത് പോലെ ഞങ്ങളുടെയും കൂടെ ആയിരിക്കുന്നു. യേശുവിൻ്റെ അമ്മ, ദൈവത്തിൻ്റെ അമ്മ ഞങ്ങളുടെയും അമ്മയായി മാറുകയാണ്. ഞങ്ങൾ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, അമ്മയുടെ മാധ്യസ്ഥം തേടുമ്പോൾ, ദൈവകൃപ നിറഞ്ഞ ഒരു മനുഷ്യ സ്ത്രീയായ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുമ്പോൾ, ദൈവം നിന്നോട് കൂടെ എന്ന ദൈവദൂതൻ്റെ ആ വചനം, കർത്താവ് നിന്നോട് കൂടെ എന്ന് പറയുന്ന ആ വചനത്തിൻ്റെ അഭിഷേകം ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്കും വ്യാപരിക്കുന്നു. ദൈവദൂതൻ പരിശുദ്ധ അമ്മയുടെ അസ്വസ്ഥതകൾ നീക്കാനായിട്ട് അമ്മയ്ക്ക് ധൈര്യം നൽകിക്കൊണ്ട് പറയുന്ന വചനം കൂടിയുണ്ട്: പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ നമ്മളുടെ അസ്വസ്ഥതകൾ മാറാൻ, ഈ ജപമാല രാജ്ഞിയോടുള്ള ഭക്തിയിൽ ഉത്തരോത്തരം വളരുമ്പോൾ, നമ്മൾ ഈ ശുശ്രൂഷ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ
സംഭവിക്കാൻ പോകുന്ന മാറ്റം ഈ 31 ദിവസങ്ങൾ കൊണ്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ ഇതിനോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഈ ജപമാല സഖ്യത്തിൻ്റെ ആളുകൾ ഇതിനുവേണ്ടി ലോകത്തിൻ്റെ വിവിധ കോണുകളിലിരുന്ന് മധ്യസ്ഥം പ്രാർത്ഥിക്കുമ്പോൾ, ഈ ജപമാല കരങ്ങളിലേന്തി നമ്മൾ ഈ ജപമാല രാജ്ഞിയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്, കർത്താവ് നിന്നോട് കൂടെ. ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നിൻ്റെ അസ്വസ്ഥതകളുടെ മേൽ പരിശുദ്ധാത്മാവ് കടന്നു വരും. അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. നീ ഒരു പുതിയ വ്യക്തിയായിത്തീരും. അമ്മ നിന്നെ വലിയൊരു അഭിഷേകത്തിലേക്ക്, മറ്റൊരു തലത്തിലേക്ക് നിൻ്റെ ശുശ്രൂഷകളും നിൻ്റെ വ്യക്തി ജീവിതത്തിലും പരിശുദ്ധ അമ്മ വളർത്തും. ആ വലിയ അവബോധത്തോടെ ഈ ലോകത്തിൻ്റെ പ്രതിസന്ധികളിൽ, പ്രയാസങ്ങളിൽ, നമ്മളെ ഞെരുക്കുന്ന ദുരിതങ്ങളിൽ, ലോകം ഇന്ന് നേരിടുന്ന എല്ലാ ഭവിഷ്യത്തുകൾ, ഇതിനെല്ലാം അതിജീവിക്കുവാൻ നമുക്കറിയാം, പരിശുദ്ധ പിതാക്കന്മാർ എല്ലാ പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിലും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് ജപമാല മുറുകെ പിടിക്കുവാൻ, നിർത്താതെ ജപമാല ചൊല്ലുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ ജപമാല ഭക്തി ഇന്ന് ലോകത്തിൽ മുഴുവൻ പ്രചരിക്കപ്പെടുകയുണ്ടായി. അതിൻ്റെ പിന്നിലുള്ള കാരണം ഇതാണ്. പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണത സ്വീകരിച്ച ഈ പരിശുദ്ധ അമ്മ, കർത്താവ് നിന്നോട് കൂടെ എന്ന വലിയ ആ വാഗ്ദാനം, അത് സ്വീകരിച്ചത് അമ്മ ഹൃദയത്തിലും അമ്മയുടെ ജീവിതത്തിലും അമ്മയുടെ ഉദരത്തിലും അത് സ്വീകരിക്കുകയുണ്ടായി. നമുക്കും പ്രിയപ്പെട്ടവരെ, ഈ അരക്ഷിതാവസ്ഥകളിൽ, ഈ കാലഘട്ടങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധികൾ, മാരകമായ രോഗങ്ങൾ, ഒരുപക്ഷെ മനസ്സിനെയും ശരീരത്തെയും ഒക്കെ അലട്ടുന്ന ഒരുപാട് ദുഃഖത്തിൻ്റെ വാർത്തകൾ കേൾക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ, ഒരുപാട് അസ്വസ്ഥതകൾ, ഇതൊക്കെ എങ്ങനെ സംഭവിക്കും, എങ്ങനെ ഈ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷകൾ നിറവേറ്റുമെന്ന് വേദനിക്കുന്ന ശുശ്രൂഷകർക്ക്, ദൈവരാജ്യ ശുശ്രൂഷയിലായിരിക്കുന്ന അനേകം സുവിശേഷ പ്രഘോഷകർക്ക് എല്ലാം ഈ ഒക്ടോബർ മാസം വലിയൊരു അനുഗ്രഹത്തിൻ്റെതായി തീരാൻ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയ്ക്ക് നമുക്ക് ഈ ശുശ്രൂഷകളെല്ലാം സമർപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ ആദ്യ ദിവസമായ ഇന്നു മുതൽ ഇനിയുള്ള 31 ദിവസങ്ങൾ നമുക്ക് അമ്മയോടൊപ്പം, അമ്മയുടെ കണ്ണുകളിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് പരിശോധിക്കാം. ഇതിൽ ജപമാലയുടെ ദിവ്യരഹസ്യങ്ങൾ നമ്മൾ ധ്യാന വിഷയമാക്കും. നമ്മുടെ ജീവിതത്തിൽ കടന്നുപോയിരിക്കുന്ന കുറവുകളെ നമ്മൾ പരിശുദ്ധ അമ്മയുടെ കൂടെ ഇരുന്നു കൊണ്ട് ഈ അമ്മ നമ്മളെ പഠിപ്പിക്കുകയാണ്. കാരണം ഈശോ നസറത്തിൽ ചെന്ന് വിധേയപ്പെട്ടത് ഈ അമ്മയ്ക്കും വിശുദ്ധ യൗസപിതാവിനുമാണ്. വചനം ഇപ്രകാരം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്: അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. അവൻ നസറത്തിൽ ചെന്ന് അവർക്ക് വിധേയനായി ജീവിച്ചു. നമുക്ക് ഈ ശുശ്രൂഷകളിൽ ഈ 31 ദിവസങ്ങൾ മറിയത്തിൻ്റെ വിമലഹൃദയത്തിനൊക്കെ സമർപ്പിച്ച് ലോകമെല്ലാവരും വിമലഹൃദയ പ്രതിഷ്ഠയൊക്കെ നടത്തുന്നത് പോലെ ഈ 31 ദിവസങ്ങൾ നമുക്ക് മറിയത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. മറ്റൊരു കൃപകൾ സ്വീകരിക്കാൻ, പുതിയ ഈ കാലഘട്ടത്തിൽ ഈ 2024 പുതിയ അഭിഷേകം സ്വീകരിക്കാൻ നമുക്ക് പരിശുദ്ധ അമ്മയുടെ വിദ്യാലയത്തിലായിരിക്കാം. വിശുദ്ധ യൗസപിതാവും പരിശുദ്ധ അമ്മയും ഉണ്ണീശോയെ പരിശീലിപ്പിച്ചതുപോലെ നമ്മളെയും പരിശീലിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഏത് പ്രായത്തിലുള്ളവർക്കും ഈ അമ്മയുടെ മാധ്യസ്ഥം തേടാം. നമുക്കറിയാം, പരിശുദ്ധ പിതാക്കന്മാർ, മാർപ്പാപ്പമാർ മുതൽ എല്ലാ ഇടങ്ങളിലും, ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും, ദേവാലയങ്ങളിലും, തെരുവീതികളിലും, ചെറ്റക്കുടിലുകളിലും, കുടുംബ അന്തരീക്ഷങ്ങളിലും, സന്യാസ ഭവനങ്ങളിലും, വാഹനങ്ങളിലുമൊക്കെ മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ജപമാല. എല്ലായിടത്തും എവിടെയായിരുന്നാലും പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. അതുകൊണ്ട് ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ദൈവദൂതൻ്റെ ആ വാക്ക് തന്നെയാണ് വീണ്ടും ഓർക്കുന്നത്: കർത്താവ് നിന്നോട് കൂടെ. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഓരോ നിമിഷവും നമ്മളെ വഴി നടത്തും. ആ വലിയൊരു വിശ്വാസമാണ് ഈ പരിശുദ്ധ അമ്മയോടുള്ള ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഇത് തന്നെയാണ് ആളുകളുടെ ജീവിതത്തിലുണ്ടാകുന്നത്. ഈ ഒരു വളർച്ച, ഒരു ആത്മീയ വളർച്ച ഉണ്ടാവുക. കർത്താവ് നിൻ്റെ കൂടെ സഞ്ചരിക്കുന്നു. നീ ഒരു നാളും ഭയപ്പെടേണ്ടി വരികയില്ല. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണെങ്കിലും നീ നടക്കുന്നെങ്കിൽ നീ ഭയപ്പെടേണ്ടി വരികയില്ല. കാരണം നിൻ്റെ നാഥൻ നിൻ്റെ കൂടെയുണ്ട്. നമുക്ക് ഈ ജപമാല പ്രാർത്ഥനയിലൂടെ, ഈ ജപമാല രാജ്ഞിയുടെ തിരുനാൾ ആഘോഷിക്കാനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ, ഈ ഒക്ടോബർ മാസം മുഴുവൻ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം ഉണ്ടായിരിക്കണം: പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും. അത്യുന്നതൻ്റെ ശക്തി എൻ്റെ കുടുംബത്തിലുണ്ടാകും. എൻ്റെ ജീവിത പ്രശ്നങ്ങളിൽ, തകർച്ചകളിൽ, അസ്വസ്ഥതകളിലെല്ലാം പരിശുദ്ധാത്മാവ് കടന്നു വരും. അത് കൊണ്ടുവരുന്നത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ്. വിശുദ്ധ എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് അമ്മ തിടുക്കത്തിൽ ഒരു യാത്ര പുറപ്പെടുന്നുണ്ട്.
പഴയ നിയമത്തിൽ നമ്മൾ പ്രവാചക ഗ്രന്ഥങ്ങളിലൊക്കെ ഇങ്ങനെ വായിക്കുന്നുണ്ട്, നീ വേഗം കൂട്ടണ്ട, തിടുക്കത്തിൽ ഓടുകയും വേണ്ട. എന്നാൽ പരിശുദ്ധ അമ്മയ്ക്ക് വലിയ തിടുക്കമാണ് ദുരിതങ്ങൾ അനുഭവിക്കുന്നവരുടെ പക്കലേക്ക്, വേദനിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ഇളയമ്മയുടെ പക്കലേക്ക് അമ്മ അറിയുകയാണ് ദൈവദൂതനിൽ നിന്ന്, അവൾക്കിന്ന് 6-ാം മാസമാണ്. അമ്മ ഓടുകയാണ് ആ ഇളയമ്മയുടെ പക്കലേക്ക്. അത് ഓട്ടത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, അമ്മ തിടുക്കത്തിൽ ഓടുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയ്ക്കൊന്ന് വലിയൊരു തിടുക്കമുണ്ട്, സഭയ്ക്ക് വലിയൊരു തിടുക്കമുണ്ട്, തൻ്റെ മക്കളാരും നശിച്ചു പോകാതിരിക്കാനായിട്ട്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് മക്കളെക്കുറിച്ച് ഓർത്ത് വേദനിക്കുന്ന ഈ ജപമാല സഖ്യത്തിൻ്റെ വലിയൊരു ഇതാണ്, നശിച്ചു പോകുന്ന ലോകത്തിന് അമ്മ വലിയൊരു മുതൽക്കൂട്ടായി മാറുകയാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വലിയ വേദനിക്കുന്നവർക്ക് വലിയൊരു ആശ്വാസമായി തീരുകയാണ്. നമുക്ക് അമ്മയോട് ചേർന്ന് പ്രകാരം പാടി പ്രാർത്ഥിക്കാം. അമ്മയുടെ വലിയൊരു നിലവിളിയുണ്ട്, അമ്മയുടെ ഒരു തിടുക്കമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു മകനും മകളും നശിച്ചു പോകരുത്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നശിച്ചു പോകാൻ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല. തൻ്റെ മക്കളാരും നശിച്ചു പോകാൻ പ്രിയപ്പെട്ട അമ്മ ആഗ്രഹിക്കുന്നില്ല, വിശുദ്ധ യൗസേപ്പ് പിതാവ് ആഗ്രഹിക്കുന്നില്ല, സ്വർഗം ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ആഗ്രഹമാണിത്, മക്കളെ നിങ്ങളെല്ലാവരും എൻ്റെ പക്കലേക്ക് വരുവിൻ. മക്കളെ എൻ്റെ സുതനാമീശോ ക്രൂശിലെ അന്ത്യനിമിഷങ്ങളിൽ നിങ്ങളെ എനിക്കു സുതരായി നൽകി. നിങ്ങളീ അമ്മ തൻ മക്കളല്ലോ. ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. മക്കളെ എൻ്റെ സുതനാമീശോ ക്രൂശിലെ അന്ത്യനിമിഷങ്ങളിൽ നിങ്ങളെ എനിക്കു സുതരായി നൽകി. നിങ്ങളീ അമ്മ തൻ മക്കളല്ലോ. മക്കളെ ഉണർന്നിരുന്നിടുവിൻ, ഉപവാസവും പ്രാർത്ഥനയും പ്രായശ്ചിത്ത ജീവിതവും നിങ്ങൾ നേടിയിടുവിൻ. പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുകയാണ്, മക്കളെ ഉപവാസവും പ്രാർത്ഥനയും പ്രായശ്ചിത്ത പ്രവർത്തികളും നിങ്ങൾ നേടിയിടുവിൻ. കാരണം ഇതെല്ലാം സഭയുടെ ആയുധങ്ങളാണ്. പരിശുദ്ധ അമ്മ റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ ആ രൂപത്തിൽ നമ്മൾ കാണുന്നുണ്ട് 3 പുഷ്പങ്ങൾ. അതോരോന്നും നമ്മളോട് ആവശ്യപ്പെടുന്ന ഇതാണ്, മക്കളെ പ്രാർത്ഥന ഈ ലോകത്തിലേറെ ആവശ്യമാണ്. പരിഹാരം അതായിരിക്കണം ഒരു ക്രിസ്തീയ ജീവിതം എന്നുള്ളത്. പ്രായശ്ചിത്തം നിങ്ങൾ നേടിയിടണം. പ്രായശ്ചിത്തത്തിലൂടെ ഈ ലോകത്തെ നിങ്ങൾ, ലോകത്തിൻ്റെ പ്രതിസന്ധികളെ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രയാസങ്ങളെ നിങ്ങൾ അതിജീവിക്കണം. അപ്പം അമ്മ പറയുകയാണ്, നിങ്ങളെല്ലാം എൻ്റെ സുതൻ, എൻ്റെ പ്രിയപ്പെട്ട മകൻ ഈശോ കുരിശിൽ നിന്നുകൊണ്ട് എനിക്ക് സമ്മാനമായി നൽകിയത്. നിങ്ങളെല്ലാവരും എൻ്റെ മക്കളാണ്, നിങ്ങളെല്ലാവരും എൻ്റെ ശിഷ്യന്മാരാണ്. അപ്പോൾ ഈ ശിഷ്യത്വത്തിലേക്ക് വളരുവാൻ ഈ ജപമാല രാജ്ഞി എന്ന ഈ ശുശ്രൂഷ നമ്മളെ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, ഒറ്റ കാര്യമേ ഉള്ളൂ, അമ്മയുടെ മക്കളായി അമ്മ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, അമ്മയുടെ ജീവിതത്തിൽ ഏറ്റവും നിറഞ്ഞു നിന്നിരുന്ന, വിളങ്ങി നിന്നിരുന്ന പുണ്യം അഭ്യസിച്ചുകൊണ്ട്. അപ്പോൾ നമ്മൾ വളരെ ശക്തമായിട്ട് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങി ആരംഭം കുറിച്ചിരിക്കുമ്പോൾ നമ്മളോട് പരിശുദ്ധ ദൈവമാതാവ് പറയുന്നൊരു കാര്യം ഇതാണ്, നിങ്ങൾ എന്നിൽ വിളങ്ങിയിരുന്ന എളിമയെന്ന പുണ്യം അഭ്യസിക്കുക. എൻ്റെ പുത്രനിൽ തന്നെത്താൾ ദാസനെ പോലെ ശുശ്രൂഷയ്ക്കായിട്ട് സ്വയം വിനീതനായി. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം
അതിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്. കാരണം ദൈവം ലോകത്തെ എത്രമാത്രമാണ് സ്നേഹിച്ചതെന്ന്, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ഈ ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല. അപ്പം അതുകൊണ്ട് ദൈവം ഒരു വ്യക്തിയെ ശിക്ഷിക്കും, നശിപ്പിക്കും എന്ന തലത്തിലുള്ള മിഥ്യാധാരണകളൊന്നും നമ്മൾ ആത്മീയ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതില്ല. എവിടെയാണ് ശിക്ഷാവിധി ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഈ പുത്രനെ വിശ്വസിക്കാത്തതിന്, ഈ പുത്രനെ സ്നേഹിക്കാത്തത് മൂലം, ഈ പുത്രൻ്റെ കൽപ്പനകൾ പാലിക്കാത്തത് കൊണ്ട്. ഈ അമ്മയുടെ വ്യഗ്രതയും തിടുക്കവും ഇതിനു വേണ്ടിയാണ്, തൻ്റെ മക്കളെ എല്ലാം രക്ഷിക്കാൻ വേണ്ടിയുള്ള അമ്മയുടെ വലിയ പ്രാർത്ഥന. അതുകൊണ്ടാണ് പറഞ്ഞത്, മക്കളെ എൻ്റെ സുധനായ ഈശോ, എൻ്റെ പുത്രനായ ഈശോ നിങ്ങളെ എനിക്ക് ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ അമ്മ പറയാം, നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് എളിമപ്പെടുത്തുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്, ആത്മാവിൽ എളിമയും അനുതാപമുള്ളവനെയും ദൈവവചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക, ഞാൻ അനുഗ്രഹിക്കുക. അപ്പോൾ ഈ ശുശ്രൂഷയിലൊക്കെ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കേണ്ട വലിയൊരു കാര്യം ആത്മാവിലുള്ള എളിമ, പാപങ്ങളെ ഓർത്തുള്ള അനുതാപം, ദൈവവചനത്തോടുള്ള അടങ്ങാത്ത ആഗ്രഹം. ഈ ശുശ്രൂഷ കർത്താവ് നയിക്കുന്നത് അപ്രകാരമായിരിക്കും. നീ നിന്നെ തന്നെ എളിമപ്പെടുത്തുക, നിന്റെ പാപങ്ങളെ ഓർത്തെല്ലാം അനുതപിക്കുക, ദൈവവചനത്തോട്, ദൈവത്തിൻ്റെ കൽപ്പനകളോട് പരിശുദ്ധ അമ്മ എപ്രകാരം ദൈവഹിതം നിറവേറ്റാൻ സമ്മതം നൽകിയതോ. അപ്പോൾ ഒരു വിശുദ്ധ പൈതലിൻ്റെ, ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ, ഒരു ക്രിസ്ത്യാനിയുടെ, ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളുടെ ജീവിതത്തിൽ ഈ ഒരു മനോഭാവം ഉണ്ടാകണം. ഞാൻ എൻ്റെ അമ്മ ദൈവവചനത്തിന് എളിമപ്പെട്ട് ആമേൻ പറഞ്ഞതുപോലെ, ദൈവഹിതം എന്നിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിക്കുവാൻ, ദൈവത്തിൻ്റെ വചനങ്ങൾ അതേപടി സ്വീകരിക്കുവാൻ, എളിമപ്പെടുവാൻ. എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ, നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ, ഒരിക്കലും ലോകത്തെ ശിക്ഷിക്കില്ല എന്ന് ഉറപ്പ് നൽകിയിരിക്കുന്ന കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ജീവിക്കണമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ അമ്മയുടെ ഈ വലിയ ശുശ്രൂഷയിൽ പരിശുദ്ധ അമ്മ ഒരുക്കുന്ന ഈ ജപമാല പ്രാർത്ഥന ദൈവം ലോകത്തിന് നൽകിയ വലിയ ഒരു അനുഗ്രഹമാണ് ഈ ജപമാല. 1208, 22 കാലഘട്ടങ്ങളിൽ വിശുദ്ധ ഡൊമിനിക്കിന് പരിശുദ്ധ അമ്മ നൽകിയതാണ് ഈ ജപമാല. പിന്നീട് ഈ ജപമാല രാജ്ഞിയുടെ തിരുനാളും ഈ ജപമാല ഭക്തിയുടെ വലിയ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളുമൊക്കെ നമ്മൾ ലോക ചരിത്രത്തിൽ കണ്ടിട്ടുള്ളതാണ്. നമുക്കതുകൊണ്ട് ചരിത്രത്തിൽ സംഭവിച്ച പല അത്ഭുതങ്ങളും ഈ കാലഘട്ടങ്ങളിൽ, ഈ 2024 നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ സംഭവിക്കും, നമ്മുടെ സഭയിൽ സംഭവിക്കുമെന്ന വലിയ വിശ്വാസത്തോടെ, പ്രാർത്ഥനയോടെ നമുക്ക് ഈ ജപമാല മാസം ഏറ്റവും ഭക്തിയോടെ, വലിയ ആദരവോടെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് എല്ലാ വിശുദ്ധരോടും, പരിശുദ്ധ അമ്മയുടെ എല്ലാ പ്രിയപ്പെട്ട മക്കളോടും വിശുദ്ധരോടും ചേർന്നുകൊണ്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമുക്ക് ഈ ജപമാല മാസം ശാലോം ടെലിവിഷനിലൂടെ നൽകപ്പെടുന്ന ഈ ശുശ്രൂഷകളിൽ, 3 സമയങ്ങളിലായി നൽകപ്പെടുന്ന ഈ ശുശ്രൂഷയിൽ നമുക്ക് ആത്മനായും ശരീരത്തോടെയും വലിയ പ്രാർത്ഥനയോടെയും പങ്കുചേരാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യനാഥനെ ആരാധിക്കുവാനും ഈ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ശുശ്രൂഷകൾ വലിയ അനുഗ്രഹപ്രദമായി തീരാനും നമ്മൾ ഒരുങ്ങുമ്പോൾ, പ്രത്യേകമായിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ചെറിയ സൽക്രിയയും ഒരു സുഹൃത ജപവും നമുക്ക് പ്രത്യേകം സ്വായത്തമാക്കാം. ഇന്നേ ദിവസം നമുക്ക് പരിശുദ്ധ അമ്മ ദൈവവചനത്തിന് വിധേയപ്പെട്ടതുപോലെ ലൂക്കാസ് സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 1:26 മുതൽ 38 വരെയുള്ള വചനങ്ങൾ നമ്മളൊന്ന് വായിച്ച് ധ്യാനിക്കാം. നമുക്കതിന്നത്തെ ഒരു ചെറിയ സൽക്രിയയായിട്ട് ഈ വചനം
യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള ഈ അറിയിപ്പ് പ്രാർത്ഥനകൾ വചനം നമുക്കൊന്ന് വായിച്ച്, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കും, ആകയാൽ എൻ്റെ കുടുംബത്തിൽ കർത്താവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ സംഭവിക്കും എന്ന വിശ്വാസത്തോടെ നമുക്ക് ഈ വചനം വായിച്ച് പ്രാർത്ഥിക്കാം. സുഹൃത ജപമായി സാധിക്കുമെങ്കിൽ ഒരു 10 പ്രാവശ്യമെങ്കിലും പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് സുഹൃത ജപം നമുക്ക് ദിവസത്തിൻ്റെ പല ഭാഗങ്ങളിൽ ചെല്ലാം. അല്ലെങ്കിൽ ഒരു 10 തവണയെങ്കിലും ഈ ഒരു സുഹൃത ജപം പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. സൽക്രിയയായി ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയും, സുഹൃത ജപമായി പരിശുദ്ധ ജപമാല രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട്, ഭവനങ്ങളിലായിരിക്കുന്നവർ സാധിക്കുമെങ്കിൽ മുട്ടിൽമേൽ നിന്നും, അല്ലാത്തവർ എഴുന്നേറ്റ് നിന്നുകൊണ്ടും പാടി പ്രാർത്ഥിച്ച് ആരാധനയിലേക്ക് പ്രവേശിക്കാം. മക്കളെ ഉണർന്നിരുന്നിടുവിൻ, ഭിന്നതയും കലഹങ്ങളും എല്ലാം ക്ഷമിച്ചിടുവിൻ, കൈകോർത്തു പ്രാർത്ഥിക്കുവിൻ, തമ്മിൽ സ്നേഹിക്കുവിൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യത്തിലേക്ക് നമ്മുടെ ദൃഷ്ടികൾ പതിപ്പിച്ചുകൊണ്ട് ഈ ജപമാല രാജ്ഞി എന്ന വലിയ ശുശ്രൂഷയുടെ ആദ്യ ദിവസം പരിശുദ്ധ ദൈവമാതാവിനെ കുറിച്ചുള്ള, പരിശുദ്ധ ജപമാല രാജ്ഞിയെക്കുറിച്ചുള്ള പ്രബോധനങ്ങളും അമ്മ മാതാവിലൂടെ ഈ സഭയിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, വ്യക്തിജീവിതത്തിലേക്കെല്ലാം വർഷിക്കപ്പെടേണ്ട നന്മകളെ ഓർത്ത് നന്ദി പറയുവാനും ഈശോയെ ആരാധിക്കുവാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഈ സമയം ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഓ കർത്താവേ, അവിടുന്ന് ലോകത്തോട് കാണിക്കുന്ന വലിയ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ള ദൈവത്തിൻ്റെ വലിയ വാഗ്ദാനമാണല്ലോ തൻ്റെ പരിശുദ്ധ കുർബാനയിലൂടെ അവിടെ നിന്നും നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമായി അവിടെ നിന്ന് എഴുന്നള്ളിയിരിക്കുമ്പോൾ ജീവിക്കുന്ന ഈശോയെ ഞങ്ങൾ ഈ അപ്പത്തിൽ കാണുന്നു. അവിടുത്തെ വലിയ സാന്നിധ്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, ഈ മാധ്യമങ്ങളിലൂടെ ഇന്ന് ഈ ആരാധനയും ഈ ശുശ്രൂഷയും എല്ലാം നടത്തപ്പെടുമ്പോൾ അത് ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലേക്കും അവിടുത്തെ ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അനന്തമായ സ്നേഹവും കരുണയും വാത്സല്യവും എല്ലാ മക്കളിലേക്കും ഈ സമയം വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ ആരാധിക്കാം. ദൈവം കഴിയുന്ന എല്ലാ അനുഗ്രഹങ്ങളെ നന്ദിയോടെ സ്വീകരിക്കാൻ വേണ്ടി നമുക്കൊരുങ്ങാം. നമ്മുടെ പ്രാർത്ഥനകളും അപേക്ഷകളും യാചനകളും എല്ലാം തമ്പുരാൻ്റെ പക്കൽ സമർപ്പിച്ചുകൊണ്ട് ഭയഭക്തിയോടെ വലിയ ആദരവോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് പരിശുദ്ധ ദൈവമാതാവിനോട് ചേർന്ന് എല്ലാ വിശുദ്ധരോടും സ്വർഗീയ ദൂതഗണങ്ങളോടും ചേർന്നുകൊണ്ട് കർത്താവിനെ ആരാധിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ ഒരു സമയം കരങ്ങൾ ഉയർത്തി നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം
കർത്താവിനോടുള്ള വലിയ സ്നേഹ ബഹുമാനങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏത് മാധ്യമങ്ങളിലൂടെയാണോ ഈശോയെ ആരാധിക്കാൻ നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്, അതിന് മുമ്പിൽ വലിയ ഭക്തിയോടെ ആദരവോടെ നിന്നുകൊണ്ട് നമുക്ക് ഈശോയെ ആരാധിച്ച് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ അങ്ങനെ, അല്ലാത്തവര് ആത്മാവ് കൊണ്ട് മനസ്സുകൊണ്ട് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന ആരാധന. ഈശോയെ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. ഈശോയെ ആരാധന ആരാധന ആരാധന. ഈശോയെ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് ദൈവത്തെ ആരാധിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മലകമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മലകമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോടെ ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോടെ ആരാധിക്കാം. ആദ്യ സഭവാളിൻ മുൻപിൽ ധീരതയോടെ ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചപ്പോൾ, യേശുവിനായി ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കുമേ. ആദ്യ സഭവാളിൻ മുൻപിൽ ധീരതയോടെ ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചപ്പോൾ, യേശുവിനായി ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി കരങ്ങൾ ഉയർത്തി കരങ്ങൾ അടിച്ച് ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മലകമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോടെ ആരാധിക്കാം. കരങ്ങൾ അടിച്ച് ഈശോയെ ആരാധിച്ചുകൊണ്ട് ജപമാല രാജ്ഞിയോട് ചേർന്ന് ഈ ഒരു മാസത്തെ ശുശ്രൂഷകളെയും ദൈവം ഒരുക്കുന്ന വലിയ അത്ഭുതങ്ങളെയും കൺകുളിർക്കെ കാണുവാനും നമ്മുടെ സമർപ്പിക്കുന്ന നിയോഗങ്ങളും എല്ലാ യാചനകളും അപേക്ഷകളും സ്വീകരിക്കപ്പെടുവാനും കർത്താവിനെ ആരാധിക്കുവാൻ ഈ ഒരു മാസം കൊണ്ട് ആത്മാവിൽ എളിമപ്പെടാൻ അനുതാപത്തോടെ പ്രാർത്ഥിക്കാൻ ദൈവവചനം കേൾക്കുമ്പോൾ വിറയ്ക്കുന്നവരായി തീരാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷകളെ മുഴുവൻ സമർപ്പിക്കാം. ദാനിയേലോ സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോൾ, അപ്പസ്തോലർ ജയിലുകളിൽ ആരാധിച്ചപ്പോൾ, ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോൾ, കഷ്ടതയിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ദാനിയേലോ സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോൾ, അപ്പസ്തോലർ ജയിലുകളിൽ ആരാധിച്ചപ്പോൾ, ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോൾ, കഷ്ടതയിൽ ഞങ്ങൾ അങ്ങേ ഉയർത്തി കരങ്ങൾ അടിച്ച് ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മലകമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോടെ കരങ്ങൾ വീശി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ആരാധന ആരാധന ആരാധന. ഈശോയെ ആരാധന ആരാധന ആരാധന. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മലകമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോടെ ആരാധിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ലൂക്കാസ് സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 35-ാമത്തെ വചനം. ദൈവൻ ദൂതൻ പറഞ്ഞ മറുപടി ഇതാണ് പരിശുദ്ധ അമ്മയോട്. ഞാനിതെങ്ങനെ അറിയും, ഇതെങ്ങനെ സംഭവിക്കും? ദൂതൻ അവളോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പ്രിയപ്പെട്ട മകളെ മറിയമേ, ഇത് നിന്നിലൂടെ സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ വലിയ ഒരു പ്രവൃത്തിയാണ്. അത് നിന്റെ ശക്തിക്ക് അതീതമായത്,
മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായത്, മനുഷ്യർക്ക് സാധ്യമല്ലാത്തതാണ് നിന്നിലൂടെ പരിശുദ്ധാത്മാവ് വഴി പ്രവർത്തിക്കാൻ പോകുന്നത്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. കരങ്ങൾ രണ്ടും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ദിവ്യകാരുണ്യ നോക്കി ശാന്തമായിരിക്കുകയോ, മുട്ടുകുത്തി നിൽക്കുകയോ, എഴുന്നേറ്റ് നിൽക്കുകയോ, യാത്രയിലായിരിക്കുന്നവർ ഹൃദയം കർത്താവിലേക്ക് ഉറപ്പിച്ച് പ്രാർത്ഥനയോടെ അവരുടെ യാത്ര തുടരുമ്പോൾ ഹൃദയത്തിൽ ഇങ്ങനെ പറഞ്ഞ് വിശ്വസിക്കാം, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വരും. ഈ ഒരു മാസക്കാലം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ, ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ഒരു വചനത്തിൻ്റെ ശക്തി, ദൂതൻ പറഞ്ഞ മറുപടി നമ്മുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങ് തറയ്ക്കട്ടെ. നമ്മുടെ കുടുംബത്തിൽ ഈ ദൈവവചനത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. നമ്മുടെ സഭാ സമൂഹങ്ങളിലേക്ക് ഈ ദൈവവചനത്തിൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടൽ, ദൂതൻ്റെ മറുപടി നമ്മുടെ ഹൃദയങ്ങളിലും വ്യക്തി ജീവിതങ്ങളിലും കുടുംബത്തിലും സഭാ സമൂഹങ്ങളിലും കൂട്ടായ്മകളിലുമൊക്കെ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഈ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ഈ ജപമാല രാജ്ഞി എന്ന ശുശ്രൂഷയിൽ, ഈ ആരാധനകളിലൂടെ, ദൈവവചന ശുശ്രൂഷകളിലൂടെ, ഗാനങ്ങളിലൂടെ, പ്രാർത്ഥനകളിലൂടെ, സ്തുതിഗീതങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകണം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഈ ദിവ്യകാരുണ്യ ഈശോയോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ, ഈ ഒരു മാസക്കാലം പ്രത്യേക ദൗത്യം എന്ന രീതിയിൽ ഒരു പ്രത്യേക നിയോഗങ്ങളോടുകൂടി നമ്മൾ ഈ ആരാധന നടത്തപ്പെടുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ ദൈവ ചൈതന്യം വീണ്ടെടുക്കണം. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിൽ നിവേശിപ്പിക്കും. അന്ന് സെനഗോഗിൽ അവൻ എഴുന്നേറ്റ് നിന്ന് വായിക്കാൻ ലഭിച്ച ആ ഗ്രന്ഥം തുറന്നുകൊണ്ട് വായിച്ചു, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അത് ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാനുള്ളത്, ബന്ധിതർക്ക് മോചനം നൽകാൻ, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകുവാനുള്ള ആത്മാവിൻ്റെ ശക്തി എൻ്റെ മേലുണ്ട്. ഓ പരിശുദ്ധാത്മാവേ, ഈ സമയം കുടുംബങ്ങളിലും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന, വിവിധ സ്ഥലങ്ങളിലിടുന്ന, വിവിധ രീതിയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരിലേക്കും ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി ഇതിൻ്റെ ആരംഭത്തിൽ തന്നെ നിറയുവാൻ, രോഗികളുടെ മേൽ ദൈവത്തിൻ്റെ ശക്തി ശക്തമായി നിറയുവാൻ, കുടുംബങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളിലേക്ക്, വൃദ്ധരായ മാതാപിതാക്കളിലേക്ക്, രോഗികളിലേക്ക്, മനസ്സു തകർന്നവരിലേക്ക്, ജീവിതത്തിൽ നിരാശ കലർന്നവരിലേക്ക്, എല്ലാ പ്രത്യാശയും നഷ്ടപ്പെട്ടു പോയവരിലേക്ക്, കുടുംബ പ്രശ്നങ്ങളിൽ ജീവിക്കുന്നവർ, പല വിധത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളിൽ കഴിയുന്നവരിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരട്ടെ. ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിലേക്ക്, പരിശുദ്ധ അമ്മയെ ചേർത്ത് പിടിക്കുന്ന എല്ലാവരിലേക്കും ഈ ദൈവാത്മാവിൻ്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഈ ടെലിവിഷൻ മാധ്യമങ്ങളിലൂടെ, മൊബൈൽ ഫോണിലൂടെ, പലതരത്തിലുള്ള മാധ്യമങ്ങളിലൂടെ ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ദൈവമക്കളിലേക്ക് ഈ ദൈവശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, നിന്റെ അദൃശ്യമായ ശക്തി ഇപ്പോൾ അവരുടെ ദൃശ്യമായ രീതിയിൽ അവരുടെ ശരീരങ്ങളിലേക്ക് ഇപ്പോൾ വ്യാപരിക്കട്ടെ. കുടുംബങ്ങളിലേക്ക്, പ്രതിസന്ധികളിലേക്ക്, പ്രയാസങ്ങളിലേക്ക് ദിവ്യകാരുണ്യത്തിന്റെ ശക്തി പുറപ്പെടട്ടെ. ദൈവദൂതന്റെ സന്ദേശങ്ങൾ ശ്രവിക്കാൻ തക്ക വിധം കാതുകൾ തുറക്കപ്പെടട്ടെ. അധരങ്ങൾ സ്തുതിഗീതങ്ങൾ ആലപിക്കട്ടെ. അധരങ്ങളിൽ സ്തുതി ഉയരട്ടെ. കാതുകളിൽ ദൈവസ്വരം കേൾക്കാൻ തക്ക വിധം ഈ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഈ വലിയ ശുശ്രൂഷയുടെ ആദ്യ ആരാധനയിൽ കർത്താവിന്റെ അത്ഭുതങ്ങൾ ഈ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. കാംക്ഷിക്കുമ്പോൾ ആത്മാവിനായി ദാഹിക്കുന്നേ, മണ്ണീർത്തോടിനായി കാംക്ഷിക്കുമ്പോൾ ആത്മാവിനായി ദാഹിക്കുന്നേ, ആ ജീവനീരെനിക്കേകണമേ.
ഏകിടണേ. യേശുവേ ഞാൻ നിന്റെ ദാനമല്ലോ, ആഴത്തിലെന്നോടും ഇടപെടണേ. ആത്മാവിലെന്നോടും ഇടപെടണേ. പ്രാർത്ഥിക്കാം. ആഴത്തിലെന്നോടും ഇടപെടണേ. ആത്മാവിലെന്നോടും ഇടപെടണേ. നമ്മുടെ കുടുംബങ്ങളെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പാടാം. ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആഴത്തിലെന്നോടും ഇടപെടണേ. പ്രാർത്ഥിക്കാം. ആത്മാവിലെന്നോടും ഇടപെടണേ. ആഴത്തിലെന്നോടും ഇടപെടണേ. ആത്മാവിലെന്നോടും ഇടപെടണേ. കരങ്ങൾ കൂപ്പി ഈശോയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ചില നിയോഗങ്ങൾ, ചില പ്രാർത്ഥനകൾ ഈ സമയം ദിവികാരൻ്റെ സന്നിധിയിൽ കാഴ്ചവെക്കാം. നമ്മുടെ പ്രാർത്ഥനകൾ ആവശ്യമായിരിക്കുന്നവരെ, നമ്മൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്നവരെ, പരിശുദ്ധ പിതാവിൻ്റെ എല്ലാ നിയോഗങ്ങളും നമുക്ക് ഈ ഒക്ടോബർ മാസത്തിൽ ഈ 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെ നമുക്ക് നിരന്തരം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, ദണ്ഡവിമോചനങ്ങൾ ലഭിക്കുന്നതും വലിയ സൗഖ്യങ്ങളും വലിയ അനുഗ്രഹങ്ങളും ഒക്കെ ലഭിക്കുന്നത് സഭയോട് ചേർന്ന് നമ്മൾ ഏക മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോഴാണ്. പരിശുദ്ധ പിതാവിൻ്റെ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്കറിയാം ദണ്ഡവിമോചനങ്ങൾ പോലും ലഭിക്കുക. നമുക്ക് ഈ 31 ദിവസങ്ങൾ മറക്കാതെ എല്ലാ ദിവസവും നമുക്ക് പരിശുദ്ധ പിതാവിനെയും പരിശുദ്ധ കത്തോലിക്ക സഭയെയും നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. നമ്മുടെയൊക്കെ രൂപതാധ്യക്ഷന്മാരെ, നമ്മുടെയൊക്കെയുള്ള മേലധികാരികളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബാംഗങ്ങളെ, നമ്മുടെ ഇടവക വൈദികരെ, നമ്മുടെ സമർപ്പിത സന്യാസ സമൂഹങ്ങളെ എല്ലാം നമുക്ക് പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കാം. ഈ 31 ദിവസങ്ങൾ ഒരു നിയോഗം പോലെ നമുക്ക് ഏറ്റെടുക്കാം ചില പ്രത്യേക കാര്യങ്ങൾ. അതിലൊന്നാമതായിട്ട് കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി ദൈവം തൻ്റെ തിരുരക്തത്താൽ നേടിയെടുത്ത സഭയെയും നമ്മുടെ സഭാധികാരികളെയും പരിശുദ്ധ പിതാവിനെയും കർദിനാൾ സംഘത്തെയും എല്ലാ മെത്രാന്മാരെയും വൈദികരെയും സമർപ്പിതരെയും അൽമായ സഹോദരങ്ങളെയും കുടുംബങ്ങളെയും എല്ലാ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ ജീവിക്കുന്നവരെല്ലാം നമുക്ക് മാതാവിൻ്റെ മധ്യസ്ഥം വഴി ഈശോയുടെ പക്കലേക്ക് സമർപ്പിക്കാം. ഈശോയെ, ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ പ്രത്യേകമായിട്ട് സഭയ്ക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ നിയോഗങ്ങൾ, വ്യക്തിപരമായ നിയോഗങ്ങൾ, ഈ 31 ദിവസം മുടങ്ങാതെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ, ദിവസത്തിൻ്റെ 3 പ്രാവശ്യങ്ങൾ സംപ്രേഷണം ചെയ്യപ്പെടുമ്പോൾ അതിലേതെങ്കിലുമൊക്കെ ഒരു സമയം ഈ വചന ശുശ്രൂഷയിലും ആരാധനയിലും പങ്കെടുക്കാനും, അതുവഴിയായിട്ട് പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ മാധ്യസ്ഥം തേടി ഒരുപാട് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ, ഒരു ആത്മീയ ശക്തി പ്രാപിക്കാൻ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് എൻ്റെ ജീവിതത്തിലുണ്ടാകാൻ, ഒരുപക്ഷെ മരവിച്ചു പോകുന്ന ഒരാത്മീയ ജീവിതം, മന്ദഗതിയിലായി പോകുന്ന ഒരു ജീവിതം, അതൊന്ന് കരുപ്പിടിപ്പിക്കുവാൻ ഈ ദിവസങ്ങൾ ഞങ്ങളെ ശക്തരാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനയോടെ നമുക്ക് ഈശോയെ ഒരുപാട് സ്നേഹിക്കാം. ദിവ്യകാരുണ്യനാഥനോട് എപ്പോഴും കൂടെയായിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നാളും വേർപിരിയാത്ത ഒരു നല്ല സുഹൃത്തായി, ഒരു നാളും ഞങ്ങളെ കൈവിടാത്ത ഒരു സ്നേഹമായി ഈശോയെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, വളരെ ഗൗരവത്തോടെ, ഒരുപാട് സ്നേഹത്തോടെ ഈശോയെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് ഈ ദിവ്യകാരുണ്യത്തിൽ നിന്നുള്ള ശക്തി ഒഴുകട്ടെ. വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ കർത്താവിൽ വിശ്വസിക്കുന്നവരിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകട്ടെ.
കർത്താവിൻ്റെ കരുണയും ഈ ജപമാല രാജ്ഞിയുടെ പ്രത്യേക മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളിലേക്കും, എല്ലാ വ്യക്തികളിലേക്കും, സഭാ സമൂഹങ്ങളിലേക്കും ദിവ്യകാരുണ്യത്തിൽ നിന്ന് വലിയ ശക്തി ഒഴുകട്ടെ. നമ്മൾ ഈ പ്രാർത്ഥിച്ച തിരുവചനം പോലെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ ആവസിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടെ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകും. ഞാൻ സമർപ്പിക്കുന്ന നിയോഗങ്ങളൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവ് വലിയ സ്നേഹത്തോടെ സ്വീകരിച്ച് അതിൻ്റെ മേൽ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങൾ ചൊരിയും. നമുക്ക് പറഞ്ഞതുപോലെ ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വചനഭാഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല, കർത്താവിനെല്ലാം സാധ്യമാണ്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. നമ്മുടെ ഉത്തരം ഇത് മാത്രമേ ഉള്ളൂ: കർത്താവേ, നിൻ്റെ ഇഷ്ടം ഞങ്ങളിൽ നിറവേറട്ടെ. കർത്താവേ, നിൻ്റെ ഹിതം ഞങ്ങളിൽ നിറവേറട്ടെ. സ്വർഗമൊരുക്കുന്ന ശാലോം TV-യിലൂടെയുള്ള ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ശാലോം ടെലിവിഷനെയും ആ കുടുംബത്തിലുള്ള എല്ലാ അംഗങ്ങളെയും നമുക്ക് ഓർക്കാം. ലോകമെമ്പാടുമുള്ള മാധ്യമ ശുശ്രൂഷകളെ നമുക്ക് ഈ 1 ദിവസം ഓർക്കാം. സഭയുടെ നിയോഗങ്ങളോട് ചേർത്ത് ദൈവരാജ്യ ശുശ്രൂഷയിൽ ആയിരിക്കുന്ന എല്ലാ വ്യക്തികളെയും, എല്ലാ ധ്യാന കേന്ദ്രങ്ങളെയും, എല്ലാ ശുശ്രൂഷകളെയും, ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ഈശോയുടെ പക്കലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. കർത്താവിൻ്റെ അനന്തമായ സ്നേഹം നമ്മുടെ കുടുംബങ്ങളിൽ നിറയട്ടെ. ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ഉള്ളറകളിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് നിങ്ങളിലുള്ള ദൈവത്തിൻ്റെ കൃപാവരങ്ങളുടെ ജ്വലനമായി മാറട്ടെ ഈ ആരാധന. ഈ ജപമാല രാജ്ഞിയോട് ചേർന്നുള്ള ഈ 1 മാസക്കാലം കൃപാവരങ്ങൾ ഉത്തേജിപ്പിക്കപ്പെടുവാൻ, ദൈവം നൽകിയിരിക്കുന്ന ദാനങ്ങൾ വർദ്ധിപ്പിക്കുവാൻ, ഒപ്പം തന്നെ കുറവുകളെ നിറവുകളാക്കി മാറ്റാൻ നമുക്ക് ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനോ നീ മോചനമേകി. സകലേശാ ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. ഇന്നത്തെ സൽക്രിയ ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വചനം വായിച്ച് ധ്യാനിക്കുക. സുകൃത ജപം. പരിശുദ്ധ ജപമാല രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.